നമസ്കാരം. ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. നിരവധി പേരിൽ നിന്ന് കോടികളാണ് ഈ ഹൈറിച്ച് തട്ടിപ്പ് ദമ്പതിമാർ കടത്തിക്കൊണ്ടുപോയത്. തട്ടിപ്പ് കേസിൽ നിക്ഷേപകരിൽ നിന്ന് പിരിച്ചെടുത്ത 1630 കോടി രൂപ പോയത് 4 ബാങ്കുകളിലെ 20 അക്കൗണ്ടുകളിലേക്കാണ് എന്ന വിവരം പുറത്തുവരുന്നു. ഹൈറിച്ച് കമ്പനിയുടെ പേരിലും മുഖ്യപ്രതികളായ മാനേജിംഗ് ഡയറക്ടർ KD പ്രതാപൻ, ഭാര്യയും സിഇഒയുമായ ശ്രീന എന്നിവരുടെ പേരിലുമാണ് വിവിധ ബാങ്കുകളിൽ അക്കൗണ്ട് തുറന്ന് നിക്ഷേപം സ്വീകരിച്ചത്. സ്വകാര്യ ബാങ്കുകളിലായിരുന്നു അക്കൗണ്ടുകൾ. പലചരക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്ന ശൃംഖല എന്ന പേരിൽ ആരംഭിച്ച കമ്പനി നിയമവിരുദ്ധമായി നിക്ഷേപങ്ങൾ സ്വീകരിച്ചാണ് മണി ചെയിൻ ഇടപാടും നടത്തിയത്. നേരത്തെ 126 കോടി രൂപയുടെ GST വെട്ടിപ്പിൻ്റെ പേരിലും കമ്പനി കുടുക്കിൽപ്പെട്ടിരുന്നു. അതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തുന്ന വിവരമറിഞ്ഞ് വീട്ടിൽ നിന്ന് മുങ്ങിയ ദമ്പതികൾ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കലൂരിലെ പ്രത്യേക കോടതിയിലാണ് പ്രതികളായ പ്രതാപനും ഭാര്യയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. 2019 ചേർപ്പ് ഞെരിവിശ്ശേരി ആസ്ഥാനമായി പ്രതാപനും ശ്രീനയും ചേർന്ന് കമ്പനി ആരംഭിച്ചത്. ഡെപ്പോസിറ്റ് ഗ്രോസറി കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എന്ന പേരിലാണ് കമ്പനി മണി ചെയിൻ ഇടപാടിലേക്ക് നിക്ഷേപകരെ ചേർത്തിരുന്നത്. 700 രൂപയുടെ കൂപ്പണുകൾ ഉപയോഗിച്ച് കമ്പനിയിൽ നിന്ന് പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് പ്രിവിലേജ് കസ്റ്റമറായി മാറാമെന്നും 100 രൂപ ഉടൻ മടക്കി നൽകുമെന്നും കമ്പനി പറഞ്ഞ് വിശ്വസിപ്പിച്ചു. 10,000 രൂപയുടെ നിക്ഷേപകനെ ചേർത്താൽ 1000 രൂപയും ഇൻസെൻറ്റീവായി നൽകി. 10,000 രൂപ നിക്ഷേപിക്കുന്നവർക്ക് മാസം 400 രൂപ പലിശയായിരുന്നു വാഗ്ദാനം. 1 ലക്ഷം രൂപയ്ക്ക് 4,000 രൂപ പലിശ. വാർഷിക നിരക്കിൽ നോക്കിയാൽ 48% വരെ പലിശ ലഭിക്കുമെന്ന് കണ്ട നിക്ഷേപകർ കൂട്ടത്തോടെ മണി ചെയിനിൽ അംഗമായി. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു ഹൈറിച്ചിൻ്റെ പ്രചരണം. നിക്ഷേപകരുമായി ഇടയ്ക്കിടെ സൂം മീറ്റിങ്ങുകളും നടത്തി. ഇന്ത്യയിലാകെ കമ്പനിക്ക് 1.63 കോടി ഉപഭോക്താക്കളുണ്ടെന്നാണ് കമ്പനി മേധാവി പ്രതാപൻ നിക്ഷേപകരെ അറിയിച്ചിരുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി വടകര സ്വദേശി PA വത്സൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. പിന്നാലെ 126 കോടിയുടെ GST വെട്ടിപ്പും പിടിക്കപ്പെട്ടു. 100 കോടി രൂപ ഹവാലയായി വിദേശത്തേക്ക് കടത്തി എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ EDയും കേസെടുത്തതോടെ പ്രതികൾ മുങ്ങുകയായിരുന്നു. ഇത്തരത്തിൽ പലതരത്തിൽ തട്ടിപ്പുകൾ ഇതിനു മുൻപും ഇവിടെ നടന്നിട്ടുണ്ട്. കോടികൾ പലർക്കും നഷ്ടമായിട്ടുണ്ട്. ടോട്ടൽ ഫോർ യു തട്ടിപ്പ്, ശബരിനാഥൻ്റെ തട്ടിപ്പ്, അതിനുശേഷം സ്ട്രോങ് ആൻഡ് സേഫ് എന്ന് പറഞ്ഞ് പ്രവീൺ റാണയുടെ തട്ടിപ്പ്. ഇത്തരം തട്ടിപ്പ് കമ്പനികളും ഒക്കെ ഇങ്ങനെ കൂണുപോലെ മുളച്ചു വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും കൂട്ടത്തോടെ കൊണ്ട് ഉള്ള പൈസ നിക്ഷേപിച്ച് കൂടുതൽ കിട്ടും എന്ന അത്യാർത്തിയോടെ നീങ്ങുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന അവസ്ഥയിൽ വിദ്യാഭ്യാസമുള്ളവരും ഉയർന്ന ജോലിയുള്ളവരും പോലും ഇത്തരം തട്ടിപ്പുകളിൽ പെടുന്നു. ലക്ഷങ്ങൾ, ആയിരങ്ങൾ ഒക്കെ നഷ്ടമാകുന്നു. വീണ്ടും ഇത്തരം തട്ടിപ്പ് കമ്പനികളും മണി ചെയിൻ കമ്പനികളും ഒക്കെ തന്നെ മുളച്ച് പൊന്തിയേക്കാം. എന്നാലും കേരളത്തിലെ ജനങ്ങൾ കൊണ്ട് വീണ്ടും പൈസയിടും, വീണ്ടും പണം നഷ്ടമാകും. കോടികൾ, ഇത്രയും അധികം കോടികൾ നിക്ഷേപകരിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ ഏതു വിധത്തിലുള്ള തട്ടിപ്പാണ് ഈ ശ്രീനയും പ്രതാപനും ചേർന്ന് നടത്തിയിരിക്കുന്നത് എന്ന് ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്കിയാൽ മതിയാകും.